ഹലോ. പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു കാര്യം നേടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്നു. അല്ലെ, ദ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ യു എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ ഇംഗ്ലീഷാണ് വായിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അത് ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത്. ദ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ യു. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു സിനിമ ഉണ്ടായിരുന്നു മലയാളത്തിൽ, അയ്യപ്പ പൗലോ, കൊച്ചുവ പൗലോ അയ്യപ്പ കൊയ്ലോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിലൊക്കെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ പലർക്കും ഇത് കേൾക്കുന്ന സമയത്ത് വളരെ അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ നിങ്ങൾ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പോകുന്ന ആ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതത്ര അരോചകമായിട്ടുള്ളൊരു കാര്യമല്ല. ഇതൊരു ട്രൂത്താണ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്താണെന്ന് തന്നെ പറയാം. കാര്യം വേറൊന്നുമല്ല കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ വളരെ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് പണ്ട് തൊട്ടേ ഈ ഡയറി എഴുതുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇരുപതുകളിലൊന്നും അല്ല ഞാൻ എഴുതി വെച്ചിരുന്നത്. പക്ഷേ എൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് സെറ്റിലാവുന്നു, ജോലി ചെയ്യുന്നു, ആ ഒരു രീതി. പിന്നീട് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊക്കെ വളരെ ലോ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി വിദേശ രാജ്യത്ത് പോകുന്നത് പോയിട്ട് ഒരു ഫ്ലൈറ്റിൽ കയറാനുള്ള യോഗം പോലും ഉണ്ടെന്നുള്ളത് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ജോലിക്ക് ഇച്ചിരി പൈസയൊക്കെ ആയിട്ട് വേണം അറ്റ്ലീസ്റ്റ് മുംബൈ വരെയെങ്കിലും ഒന്ന് ഫ്ലൈറ്റിൽ പോകണം എന്നൊരു ആഗ്രഹം. ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറാനുള്ള കൊതിയും തീർന്ന് ഇവിടെ വന്ന് കാനഡയിൽ വന്നിരിക്കുക. സോ ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ പോലും മറന്നുപോയ ഒരു കാര്യം, യൂണിവേഴ്സ് ഓർത്തിരുന്ന് യൂണിവേഴ്സിൻ്റെ പുറകെ വന്ന് എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടു തന്നൊരു കാര്യമാണ്. കാര്യം ഞാൻ ഇവിടെ എത്തിയ കാര്യം പോലും ഞാൻ പ്ലാൻ ചെയ്തതല്ല, ഇതൊക്കെ എന്നെ തേടി വന്നതാണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പല കാര്യങ്ങളും നമ്മൾ പണ്ട് വളരെ കാര്യമായിട്ട് ആഗ്രഹിച്ച് വളരെ എന്താ പറയുക, നമ്മൾ പോലും മറന്നു പോയിട്ടുള്ള കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സമയങ്ങളുണ്ട്. ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡ്രീമി മൊമെൻ്റ് ആയിരിക്കും. കാര്യം ഞാനിപ്പോൾ അത് പറയുന്നതിൻ്റെ കാര്യം, ഞാൻ ഒരിക്കൽ ആഗ്രഹിച്ച ഒരു ലൈഫിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അത്ര ഹൈഫൈ സെറ്റപ്പിലൊന്നും അല്ലെങ്കിലും, ഞാൻ ആലോചിച്ച രീതിയിലുള്ള ഘടകങ്ങളും ബാധ്യതകളൊന്നും ഇല്ലാതെ എല്ലാം എൻജോയ് ചെയ്ത ആ ഒരു രീതിയിലൊന്നും അല്ലെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിളുകളുണ്ടെങ്കിൽ പോലും ഞാൻ ഒരിക്കലും എത്താൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചെറിയ 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 നിമിഷങ്ങളുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇഫ് യു ഡിസയർ ഫോർ സംതിങ്, the universe will conspire you to do it, you to achieve it. അപ്പോൾ സ്റ്റേ പോസിറ്റീവ് എന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ചിരുന്നിട്ട് യൂണിവേഴ്സ് എനിക്ക് കൊണ്ട് തന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. വി ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ടും അതിന് വേണ്ടിയിട്ടുണ്ടാവണം. ബാക്കിയൊക്കെ നമ്മളെ തേടി വന്നോളും. ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന ബുക്കിനകത്ത് പോലും സാന്റിയാഗോ എന്ന് പറയുന്ന പ്രധാന കഥാപാത്രം, സാന്റിയാഗോ ആ നിധി തേടിപ്പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിധി തേടിപ്പോയതല്ല, നിധി അവനെ തേടി വന്നതാണ്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് ഇവൻ ഈ കഥയൊക്കെ മറന്നുപോയി, ഇവൻ അവൻ്റെ ലീവിങ്ങിന് വേണ്ടിയിട്ട് ജീവിക്കുകയാണ്, അവൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് അവൻ ജീവിച്ചു തുടങ്ങി. അപ്പോഴൊക്കെ ആണെങ്കിൽ പോലും ഈ പറയുന്ന ഈ നിധിയിലേക്കുള്ള വഴി അവനെ തേടി വരുമായിരുന്നു. പക്ഷേ അവൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. ഓക്കെ, ഈ നിധി അവനെ തേടി വരുവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ലോകം നമുക്ക് കൊണ്ട് തരും, യൂണിവേഴ്സ് കൊണ്ട് തരും, നോക്കിയിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടപടിയാവില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. സോ സ്റ്റേ പോസിറ്റീവ്, ഡ്രീം ബിഗ്, യു വിൽ ഡു ഇറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ്, യു വിൽ അച്ചീവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ബൈ ബൈ.